വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബെർലിൻ ടു ബാലി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, ഇറ്റലിയിൽ നിന്നുകൊണ്ട് പോർട്ടുഗലിലെ വിസ, പോർട്ടുഗൽ TRC ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അപ്പം അത് പലപ്പോഴും ഞാൻ നേരത്തെയും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളൊരു ഡിസ്കഷനാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതായത് ഇറ്റലിയിൽ നമ്മൾ ജോലിക്ക് പോകുന്നു, പോർട്ടുഗലിലെ കാർഡ് അപ്ലൈ ചെയ്യുന്നു, എടുക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറയുന്നത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിളാണ്, പക്ഷേ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളും ഉണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ യൂറോപ്പിൽ പ്രത്യേകിച്ച് വിസയും കാര്യങ്ങളൊന്നുമില്ല. അത് യൂറോപ്പിൽ ടൂറിസ്റ്റ് വിസ വേണം. ടൂറിസ്റ്റ് വിസയിൽ വന്ന് എൻ്ററായിട്ട് പോർട്ടുഗലിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇറ്റലിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇറ്റലി ഒരു ചെറിയൊരു സംശയത്തിൻ്റെ പാതയിലാണ്. ഇനിയൊരു പേപ്പർ ഉടനെ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷേ പോർട്ടുഗലിനെ സംബന്ധിച്ചാണെങ്കിൽ പേപ്പർ എന്നാലും കിട്ടുമെന്നുള്ളൊരു ഗ്യാരണ്ടിയും ഉണ്ട്. അപ്പോൾ ഇറ്റലിയെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു ഡൗട്ട്ഫുള്ളായിട്ടാണ്. കാരണം പേപ്പർ ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ പോർട്ടുഗലിൽ ഒരു 10, 15, 18 മാസം കൊണ്ട് കാർഡുകൾ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഒരല്പം ഡിലേ ആയിട്ടുണ്ട്. നേരത്തെ ഒരു 8, 10 മാസം കൊണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കാർഡുകൾ ഇപ്പോൾ ഒരു 15, 16, 18 മാസത്തിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 1.5 വർഷത്തിനടുത്ത് വരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് പോർട്ടുഗലിൽ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ അവിടെ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഏകദേശം സ്വരൂപിച്ചെടുക്കുക. കാരണം എല്ലാ കോണ്ടാക്റ്റും നിങ്ങൾക്ക് ഉപകരിക്കത്തില്ല. ചില കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുള്ളൂ. കാരണം പോർട്ടുഗൽ പോലുള്ളൊരു രാജ്യത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ആരെയാണേലും, നമ്മുടെ സുഹൃത്തിനെയാണേലും നമ്മളൊരു സംശയദൃഷ്ടിയോടുകൂടിയേ കാണാവുള്ളൂ. കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം കമ്മീഷൻ ബേസിലാണ് ഈ പരിപാടികൾ. അതായത് എന്തിനും ഏതിനും കമ്മീഷൻ. അതാണ് ഈ പോളണ്ട്, പോർട്ടുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള പ്രത്യേകത. കാരണം ഒരുത്തനെ ചൂണ്ടിക്കാണിച്ച ഉടനെ അവന് 10,000 അല്ലെങ്കിൽ 20,000 രൂപ കമ്മീഷനാണ്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിലേ കാണുള്ളൂ. നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, ഉറ്റ സുഹൃത്തായിരിക്കാം. ഞാനിത് തെറ്റായ ഒരു അർത്ഥത്തിലല്ല പറയുന്നത്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻഡ് ആയിരിക്കണം. കാരണം ഒരാളോട് മാത്രം ചോദിച്ചിട്ട് ഈ പോർട്ടുഗൽ പേപ്പർ ചെയ്യരുത്. പല ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പല നാളുകളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വളരെ ഇതായിട്ട്, നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട്, നിങ്ങൾക്ക് ഉചിതമാകത്തക്ക രീതിയിൽ കാർഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി പണം നഷ്ടപ്പെടും, പിന്നെ ചിലപ്പോൾ കാർഡ് കിട്ടിയില്ല എന്നും വരും. അപ്പോൾ നിങ്ങളതൊന്ന് ശരിക്കും സ്റ്റഡി ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ പോർട്ടുഗൽ കാർഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാവുള്ളൂ. ഇറ്റലിയിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റലിക്ക് ഉള്ളിൽ കയറി നമുക്ക് ജോലി ചെയ്യാം, എത്ര വേണമെങ്കിലും എത്ര വർഷം വേണമെങ്കിലും നിൽക്കാം. പക്ഷേ ഇനി കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട് അവിടെ. ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം പോർട്ടുഗലിൻ്റെ കാര്യം വിടുക. പോർട്ടുഗലിൽ ലീഗലായിട്ട് നിങ്ങൾക്ക് എൻ്റർ ആകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റർ ആകുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇറ്റലിയിലേക്ക് പോരുക. ധൈര്യമായിട്ട് ഇറ്റലിയിലേക്ക് പോരുക. ഇറ്റലിയിൽ വന്ന് വർക്ക് ചെയ്യുക. ഒരു 5-6 മാസത്തെക്കുറിച്ച്, 5-6 മാസം പോർട്ടുഗലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം ആ സമയത്ത് നിങ്ങൾ ഏകദേശം ഒരു എമൗണ്ട് മുടക്കിയിട്ടൊക്കെ ആയിരിക്കും ഇറ്റലിയിൽ വന്നേക്കുന്നത്. കാരണം അതിനിടയിൽ പോർട്ടുഗലിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന പണം മുഴുവൻ അങ്ങോട്ടേക്ക് പോകും. നിങ്ങൾക്ക് മൊത്തത്തിലൊരു ബേസ് ഇല്ലാണ്ടാവും. കാരണം നമുക്ക് നിൽക്കാനൊരു ഇടമുണ്ടെങ്കിലേ ഉള്ളൂ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പോർട്ടുഗലിലെ കാര്യം എന്നാണേലും ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഇനിയും അത് നടക്കും. അപ്പം നിങ്ങൾക്ക് ഒരു 6-7 മാസം കാത്തു നിൽക്കാനുള്ള ഒരു മൈൻഡ് നിങ്ങൾ കാണിക്കണം. 6-7 മാസം കാത്തു നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഇറ്റലിയിലെ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളും ഒക്കെ, നിങ്ങൾ പോയ കടങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇറ്റലിയിലൊന്ന് ഇടയ്ക്കൊന്ന് അന്വേഷിച്ച് വെച്ചേക്കുക. ഇറ്റലിയിലുള്ള പല ആൾക്കാരും ഈ പോർട്ടുഗലിലെ ഈ സംഭവങ്ങൾ ചെയ്യാനായിട്ട് ഒക്കെ നിൽക്കുന്നവരുണ്ട്. പല നിങ്ങൾക്ക് കമ്പനിക്കാരെയൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോർട്ടുഗലിലേക്ക് നിങ്ങളുടെ ഒരു ഏജൻറ്റിനെ കണ്ടെത്തുക. അതായത് ഇറ്റലിയിലുള്ള നല്ല മലയാളികളാണ്, ഇറ്റാലിയൻസ് ആയിട്ടുള്ള മലയാളികളല്ല. അപ്പോൾ അവരുടെ ഒരു സഹായത്തോടു കൂടി നിങ്ങളൊരു നല്ല ഏജൻറ്റിനെ, നിങ്ങളുടെ ഒരു പൈസയ്ക്ക് ഉതകുന്ന ഏജൻറ്റിനെ കണ്ടെത്തുക. കാരണം പോർട്ടുഗലിലേക്ക് 500 യൂറോയ്ക്കും അവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 1000 യൂറോയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 600 യൂറോ, അങ്ങനെ പല 1500 യൂറോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ് അവിടെ നടത്തി തരുമെന്ന് പറയണം. അപ്പം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു 10-500 രൂപയ്ക്ക് ഈ പോർട്ടുഗലിലെ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇറ്റലിയിലാണ് നിൽക്കുന്നത്, പോർട്ടുഗലിലാണ് പേപ്പർ ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ മെയിൽ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ നേരത്തെ തന്നെ ഇട്ടേക്കുക. അപ്പം ആ പേപ്പറുകളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ കിടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വിസയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി സ്കാൻ ചെയ്തത് PDF രൂപത്തിലേക്ക് ആക്കുക. എന്നിട്ട് ഈ PDF രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇറ്റലിയിൽ പോയി വർക്ക് ചെയ്യുന്നു. 6-7 മാസം കഴിയുന്നു. 6-7 മാസം കഴിയുമ്പോൾ നമ്മുടെ അത്യാവശ്യം ബാധ്യതകളൊക്കെ പതിയെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നല്ലൊരു ഏജൻറ്റിനെ കണ്ടെത്തുന്നു. ഇറ്റലിയിൽ നിന്നുകൊണ്ട് തന്നെ കണ്ടെത്തുന്നു. പല കോൺടാക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തിയ ശേഷം
നിങ്ങൾക്ക് ചിലപ്പോൾ സുഹൃത്തുക്കൾ കാണും. അപ്പോൾ ആ സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടുക. അങ്ങനെ നിങ്ങൾ വളരെയധികം പേ ചെയ്തിട്ട് വില കുറയ്ക്കുക. ഒരു 10 500 400 യൂറോ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ 80 യൂറോയാണ് പോർട്ടുഗലിലെ ടാക്സ്. ആ ടാക്സ് ഇവർ 200 250 യൂറോയൊക്കെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അതും നിങ്ങൾ പേ ചെയ്യും. കാരണം ഇത് മന്ത്ലിയൊക്കെ പേ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ആദ്യത്തെ ഒരു 2-3 മാസത്തേനൊന്നും ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരത്തില്ല. ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും. ഓരോ സാഹചര്യങ്ങളനുസരിച്ച് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് പേ ചെയ്തിട്ട് ഒരു 10 150 യൂറോയിലേക്ക് കൊണ്ടുവരിക. കാരണം 80 യൂറോ എന്നുള്ളത് അത് ഇരട്ടി അല്ലെങ്കിൽ 160 യൂറോ ഇരട്ടിക്ക് മേളിൽ കൊടുക്കാനായിട്ട് ഒരിക്കലും വില്ലിങ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 500 യൂറോയ്ക്ക് ഈ സംഭവം ചെയ്യുക. നിങ്ങളുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം അവർക്ക് അയച്ചു കൊടുക്കുക. അത് റിലയബിൾ ആണ് അയാൾ നേരത്തെ ചെയ്തു കൊടുത്തു, അല്ല ട്രാക്ക് റെക്കോർഡ്സ് മുഴുവൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള അറ്റംപ്റ്റ് നിങ്ങൾ നടത്താവുള്ളൂ. അങ്ങനെ അയച്ചു കൊടുത്ത ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 6-8 മാസമൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. ഫിംഗർ പ്രിൻറ്റ്, അതായത് നമ്മുടെ ബയോമെട്രിക് സംവിധാനങ്ങൾ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. ആക്ച്വലി ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വിസ കാണത്തില്ല. അതാണ് വേറൊരു പ്രത്യേകത. കാരണം നിങ്ങൾക്ക് ഇറ്റലിയിൽ നിന്ന് പോർട്ടുഗൽ വരെ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു റിസ്ക്കും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടേ നിങ്ങൾ ഈ പരിപാടിക്ക് പോകാവുള്ളൂ. കാരണം ഇറ്റലിയിൽ നിന്ന് പോർട്ടുഗൽ വരെ എത്തണമെങ്കിൽ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം കടക്കണം, സ്പെയിൻ കടക്കണം. എന്നിട്ട് മാത്രമേ ഉള്ളൂ പോർട്ടുഗലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഒരിക്കലും പോകാൻ പറ്റില്ല. ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല എന്നല്ല, പലരും പോയിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിസ ഇല്ലാതെ ഡൊമസ്റ്റിക് ആണെങ്കിൽ കൂടി എയർപോർട്ടുകളിൽ യൂറോപ്പിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. പല ഹിന്ദിക്കാരും അവരും തമിഴന്മാരും ഒക്കെ പലപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ അത് ഹൈ റിസ്ക് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലാൻഡ് ബോർഡർ വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇറ്റലിയിൽ നിന്ന് ഏകദേശം ഫ്രാൻസിൽ ചെല്ലുന്നു, ഫ്രാൻസിൽ നിന്ന് ഷോർട്ട് കട്ട് എടുത്ത് ഇവിടെ പോകുന്നു, സ്പെയിനിൽ പോകുന്നു, സ്പെയിനിൽ നിന്ന് പോർട്ടുഗൽ. അപ്പോൾ നിങ്ങൾ ഇറ്റലിയുടെ ബോർഡർ കിടക്കണം, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ബോർഡർ കിടക്കണം, സ്പെയിനിൻ്റെ ബോർഡർ കിടക്കണം. 3 ലാൻഡ് ബോർഡറുകളാണ് നിങ്ങൾക്ക് കടക്കേണ്ടതുള്ളത്. അപ്പോൾ ഇത് നോർമലി വളരെ പ്രോബ്ലം ഉള്ള കാര്യമല്ല. യൂറോപ്പ് എന്ന് പറയുന്നത് ഷെങ്കൻ വിസ തന്നെ ഈ ബോർഡറുകളെല്ലാം വളരെയധികം ഓപ്പണാക്കി ഇടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം സുഗമമായ യാത്ര, ചരക്ക് ഗതാഗതം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബോർഡറുകളെല്ലാം ഓപ്പണാക്കി ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ അല്ല യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞ സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ പിടിക്കപ്പെടാം. കാരണം പോർട്ടുഗലിൽ ഈ പേപ്പർ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ കാര്യം പോർട്ടുഗലിനുള്ളിലാണെങ്കിൽ നിങ്ങൾ ലീഗലാണ്. പക്ഷേ നിങ്ങൾ ആക്ച്വലി എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ നിന്ന് പോർട്ടുഗലിനുള്ളിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾ ലീഗലാവും. കാരണം നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം അവിടെ റെഡിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇടയിൽ വെച്ച് സ്പെയിനിൽ വെച്ചോ, അതുപോലെ തന്നെ ഇവിടെ വെച്ചോ, ഫ്രാൻസിൽ വെച്ചോ, ഇറ്റലിയിൽ വെച്ചോ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഡീപ്പോർട്ട് ചെയ്യപ്പെടും. ഡീപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 99% ഡീപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റിസ്ക്കുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. കാരണം നിങ്ങൾ അവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു വരാം. ബയോമെട്രിക്സ് എടുത്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോർട്ടുഗൽ കാർഡ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. വീണ്ടും ഒരു 7 മാസം കൂടിയൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ അവിടെ നിന്ന് പോർട്ടുഗലിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പോർട്ടുഗലിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ തിരിച്ച് ഇറ്റലിക്ക് വരിക. തിരിച്ച് ഇറ്റലിക്ക് വന്നു കഴിഞ്ഞാലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും പോകേണ്ടി വരും. നിങ്ങളുടെ കാർഡ് ഗ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ കാർഡ് കളക്ട് ചെയ്യാനായിട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ 2 പ്രാവശ്യം ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡറിനകത്ത് ആയിപ്പോവും. പക്ഷേ 2ാമതോ 3ാമതോ ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഡീപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച ശേഷം മാത്രമേ ഇങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കാവുള്ളൂ. കാരണം നിങ്ങൾക്ക് 2 റിസ്ക് എടുക്കേണ്ടി വരും. ഇറ്റലിയിൽ നിന്ന് ബയോമെട്രിക്സ് എടുക്കാനായിട്ട് പോർട്ടുഗലിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ തിരിച്ച് ഇറ്റലിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് 2ാമത് കാർഡ് ആകുമ്പോഴത്തേക്കും കാർഡ് കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും. ഇതാണ് ഇറ്റലിയിൽ നിന്നുകൊണ്ട് പോർട്ടുഗൽ കാർഡ് ചെയ്താലുള്ള പ്രശ്നം. കാരണം സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്താണെങ്കിലും ഹൈ റിസ്ക് ആണ്. ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ കാർഡ് ചെയ്യാനായിട്ട് അതുമാതിരി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുമാതിരി റിസ്ക്കുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. നിങ്ങളിത് തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ പോർട്ടുഗൽ കാർഡ് കിട്ടുള്ളൂ. ഇത് ശരിക്കും ഫാക്ട്സ് ആണ്. പല ആൾക്കാരും നമ്മളെ വളരെ ഈസിയാന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് പോർട്ടുഗൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോർട്ടുഗലിൽ ചെന്ന് ഇതുപോലെ 10-18 മാസം താമസിച്ചുകൊണ്ട് കാർഡാക്കി എടുക്കാം. അവിടെ ഫാമിലി പണിയെടുക്കാം. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സമയമെടുത്തിട്ടേ കാർഡ് കിട്ടുകയുള്ളൂ. അതായത് ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഇവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളുമായിട്ട് വളരെയധികം വ്യത്യസ്തമാണ് പോർട്ടുഗലിൽ. എസ്പെഷ്യലി
പോർട്ടുഗലിൽ ഫാമിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റേത് കൺട്രിയിലാണെങ്കിലും, പോളണ്ടിലെയൊക്കെ ഈ ഗില്ലിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറ്റലിയിൽ ഈ ഒലിവിൻ്റെ കാ പറിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫാമിങ്ങും അതുപോലെ തന്നെ ഫാക്ടറി വർക്കുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണയിട്ടോടുന്ന മെഷീൻ്റെ രീതിയിൽ വർക്ക് ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്രത്യേക ഒരു ഏജ് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ മിക്കവാറും അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ശരിക്കും 4-5 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ആക്ച്വലി യൂറോപ്യൻസൊക്കെ മിനിമം 2 നേരമൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഉണ്ട്. എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. കാരണം ഈ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ബ്ലഡ് വെസൽസും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം ഈ വയറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ട് സാധാരണ ഒരാൾക്ക് പറ്റാറില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മ. നമ്മൾ ഒരല്പം ഒബേസിറ്റിയൊക്കെ ഉള്ള ഒരാൾക്കാരാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അസ്ഥിപരമായിട്ടും മറ്റുള്ള പലതരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പോർച്ചുഗലിൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞുള്ള ആൾക്കാർ കാടുമായിട്ട് ബന്ധപ്പെട്ട് പോയി ഫാമിലി പണിയേണ്ടി വന്നാൽ അത് അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അവിടെ പണിയാൻ പറ്റത്തില്ല. ആക്ച്വലി ഇതൊരു സ്ലേവറി മാതിരിയാണ്. കാരണം നമ്മളിപ്പം 8 മണിക്കൂറേ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 6 മണിക്കൂറേ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ UK മറ്റുള്ള രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഈ പോർട്ടുഗലിലെ ഫാം വർക്ക് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ 10 മണിക്കൂർ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാളയെ പോലെ അവിടെ പണിയേണ്ടി വരും. അങ്ങനത്തെ ചില സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ സഹിച്ച് നിന്ന് ഒരു 10-18 മാസം, 15 മുതൽ 18 മാസം വരെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ പോർട്ടുഗൽ വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ, പോർട്ടുഗൽ TRC നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. ഇതെല്ലാം വളരെ വിശദമായി ആലോചിച്ചതിന് ശേഷം വളരെ ഉചിതമായ തീരുമാനം എടുക്കുക. കാരണം ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. പോർട്ടുഗലിൽ നേരിട്ട് എന്ന് പണിതാൽ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ ലീഗലായിരിക്കും, പക്ഷേ വർക്ക് സംബന്ധമായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. ഇറ്റലിയിൽ നിന്നുകൊണ്ട് പോർട്ടുഗലിലെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിൽ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റിസ്ക്കുകൾ ഫേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പോർട്ടുഗലിലെ TRC എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഫാക്ട്സ് മനസ്സിലാക്കുക. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെ ചെന്ന ഉടനെ TRC അടിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് പല വീഡിയോസും വരുന്നത്. അത് നിങ്ങൾ ബിലീവ് ചെയ്യരുത്. നിങ്ങൾ ശരിക്കും ഇതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം മാത്രം, നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലിയും ഒക്കെ ആയിട്ട് ആലോചിച്ച ശേഷം മാത്രം ഉചിതമായ ഒരു ഡിസിഷൻ എടുക്കുക. വെറുതെ ആൾക്കാർ പറയുന്നത് കേട്ട് അതിൻ്റെ പുറകെ ഇറങ്ങി ചാടി പുറപ്പെടാനിരിക്കരുത്. കാരണം അത് ഹൈ റിസ്ക് ആണ്. ഇത് നല്ല കാര്യമാണ് പോർട്ടുഗലിലെ കാർഡ് കിട്ടുന്നത്, പക്ഷേ അത് നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ റിസ്ക്കാണ് ഞാൻ പറഞ്ഞത്. കാർഡ് കിട്ടും, അത് ഡെഫിനിറ്റാണ്. പക്ഷേ അതിൻ്റെ റിസ്ക്കുകൾ നിങ്ങൾ പരിഗണിക്കുക. ഒരു പ്രത്യേക പ്രായം ചെന്ന ആൾക്കാർ ഒരിക്കലും ഈ പരിപാടിക്ക് ഇറങ്ങരുത്. അതുപോലെ തന്നെ മാരേജ് ഒരു 10-29 വയസ്സുള്ള ആൾക്കാരൊന്നും ഇറങ്ങാതിരിക്കുക. കാരണം അവരുടെ മാരേജും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടക്കേണ്ടതാണ്. അവിടെ എങ്ങനെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 30-32 ഒക്കെ ആയിക്കഴിഞ്ഞാൽ മാരേജിനുള്ള പോസിബിലിറ്റീസ് ബോയ്സിന് വളരെ കുറവായിരിക്കും. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ചുള്ളൊരു സിസ്റ്റമാണ്. മറ്റുള്ള നാട്ടിലൊന്നും പ്രശ്നമില്ല, നമ്മുടെ ആൾക്കാരുടെ ഒരു രീതിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ ഫാക്ടറികളും നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് മുതിരാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ.